ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 12ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 16 കോച്ചുകളുമായുള്ള ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് ചിങ്ങം 1. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി കേരളക്കര. FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. 12ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഇതിനു മുന്നോടിയായി പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും സംബന്ധിച്ച സമ്പർക്ക സമിതിയുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക്സ് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും സംസ്ഥാന സർക്കാർ ചടങ്ങിൽ പ്രഖ്യാപിക്കും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ പദ്ധതിയുടെ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളും നിലവിലില്ലെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. നിലവിൽ 8 കോച്ചുകളുമായിട്ടാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ചിങ്ങം 1. ഓരോ മലയാളിക്കും പുതുവർഷ പിറവിയാണ് പൊന്നിൻ ചിങ്ങം. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിന് കർഷക ദിനം കൂടിയാണ്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്. കർഷകർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാന കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തുമെന്നും ഭൂപരിഷ്കരണം 2ാം ഘട്ടം ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമുക്കറിയാം, ലോകത്തെല്ലായിടത്തും കർഷകർ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. കാലാവസ്ഥാ മാറ്റം കാർഷിക കലണ്ടറിന്റെ തന്നെ താളം തെറ്റിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക വൃത്തി തിരിച്ചു കൊണ്ടുവരാൻ, കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം അത് തന്നെയാണ്. കർഷകർക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുക, അവരെ പ്രയാസത്തിലാക്കാതിരിക്കുക. കർഷകരെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടികളും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാനുള്ള അവസരങ്ങളും സർക്കാർ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർഷക ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ മേയർ വി. രാജേഷാണ് വൃക്ഷത്തൈ നട്ടത്. നഗരസഭാ ജീവനക്കാർക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. കർഷക ദിനത്തിൽ കർഷകർക്കായി നെൽവിത്ത് ഒരുക്കാനുള്ള തീരുമാനവുമായി പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്ത്. കണ്ണാടി എന്ന ബ്രാൻഡിലാണ് നെൽവിത്ത് തയ്യാറാക്കി കർഷകർക്ക് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഇത്തവണ 2ാം വിള മുതൽ ഇതിനായി പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ വിത്ത് വിതയ്ക്കും. ആദ്യം സ്വന്തം പഞ്ചായത്തിലെ കർഷകർക്ക് വിത്ത് ലഭ്യമാക്കും. തുടർന്ന് ആവശ്യക്കാർക്കെല്ലാം സബ്സിഡി നിരക്കിൽ നെൽവിത്ത് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണ് കണ്ണാടി. പഞ്ചായത്തിൽ 29 പാടശേഖരങ്ങളും 3000-ഓളം കർഷകരും ഏകദേശം 3000 ഏക്കർ നെൽകൃഷിയുമാണ് ഉള്ളത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റ് വിഭാഗങ്ങളിലുള്ള ജീവനക്കാർക്കുമുള്ള ബോണസും പ്രത്യേക ഉത്സവ ബത്തയും അഡ്വാൻസും
ഇന്നു മുതൽ വിതരണം ചെയ്യും. 4500 രൂപയാണ് ബോണസായി ലഭിക്കുക. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബത്തയായി 3000 രൂപ ലഭിക്കും. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബത്ത 1250 രൂപയാണ്. ഓണം വാരാഘോഷത്തിനൊരുങ്ങി തലസ്ഥാന നഗരി. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം നാളെ മന്ത്രി പി.സി. വിശ്വനാഥ് നിർവഹിക്കും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നായിരുന്നു പരിപാടി. സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ചിങ്ങപ്പുലരിയിൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21-ന് നടയടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24-ന് നട വീണ്ടും തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. തന്ത്രി കണ്ഠര ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ പൂജകൾ ആരംഭിച്ചു. ഉഷപൂജയ്ക്ക് ശേഷം പമ്പ മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് പമ്പയിലും ശബരിമലയിലെ ഉൾക്കഴകത്തെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് സന്നിധാനത്തും നടന്നു. കരുനാഗപ്പള്ളി അമ്പലത്തുംകാവ് ദേവസ്വത്തിലെ കുമാരൻ നമ്പൂതിരി, കരുനാഗപ്പള്ളി പടയനാർകുളങ്ങര ദേവസ്വത്തിലെ ഗിരീഷ് നമ്പൂതിരി എന്നിവരെ പമ്പ മേൽശാന്തിമാരായും ഉള്ളന്നൂർ ഗ്രൂപ്പ് ദേവസ്വം ബോർഡ് ജീവനക്കാരൻ ഗണേഷ് പ്രസാദിനെ ശബരിമല ഉൾക്കഴകമായും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30-നാണ് മത്സരം. പൂൾ ഡിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ വെയിൽസിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ 1ാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക മറുപടി ബാറ്റിംഗ് ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ശ്രീലങ്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 99 റൺസ് നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 462 റൺസിന് അവസാനിച്ചു. 167 റൺസ് നേടിയ ദേവദത്ത് പടിക്കലിന്റെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീമിന് കരുത്തായത്. പരമ്പരയിലെ 2ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് ഞായറാഴ്ച കൊളംബോയിൽ ആരംഭിക്കും. കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇവർക്കായുള്ള തെരച്ചിൽ ഫലപ്രദമായി നടന്നതായും സംസ്ഥാനത്തിന് ഇടപെടാൻ പരിമിതിയുള്ളിടത്ത് കേന്ദ്രം ഇടപെട്ടതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം അടിയൊഴുക്കിൽപ്പെട്ട് കാണാതായ കരുനാഗപ്പള്ളി സ്വദേശി 7ാം ക്ലാസ് വിദ്യാർത്ഥി ബിലാന്റെ മൃതദേഹം കണ്ടെത്തി. ചവറ വട്ടക്കായലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് കന്നേറ്റി പാലത്തിന് താഴെ കായലിൽ കൂട്ടുകാരനൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. സംസ്ഥാനത്ത് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടി. ഈ വർഷം ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ചവർക്കാണ് ഇതിനുള്ള അവസരം ലഭിക്കുക. AIMS പോർട്ടൽ വഴിയോ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. പാലക്കാട് ലഹരി വസ്തുക്കളുമായി ദമ്പതികളും സുഹൃത്തും പിടിയിലായി. കാറിൽ ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘം ഡാൻസാഫിന്റെ പിടിയിലായത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 340 പോയിന്റ് നഷ്ടത്തിൽ 77,670-ലും നിഫ്റ്റി 78 പോയിന്റ് നഷ്ടത്തിൽ 24,289-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന് 400 രൂപ വർദ്ധിച്ചു. 1,14,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 12ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 16 കോച്ചുകളുമായുള്ള ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് ചിങ്ങം 1. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി കേരളക്കര. FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.